കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ഒമാനിൽ മലയാളി അടക്കം 12 പേർ മരിച്ചു. മരിച്ചവരിൽ 9 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. മതിലിടിഞ്ഞു വീണുണ്ടായ അപകടത്തിലാണ് പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽകുമാറിന് ജീവൻ നഷ്ടമായത്. മഴക്കെടുതിയിൽ 5 പേരെയാണ് കാണാതായത്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുരേഷ്, ദുഃഖകരമായ ഒരു വാർത്തയാണ്. അതിൽ മരിച്ചവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്? തീർച്ചയായും വലിയ ദുരന്തമാണ് ഇന്ന് ഒമാനിൽ ഉണ്ടായത്. പ്രളയത്തിൽ, വെള്ളപ്പൊക്കത്തിൽ, വെള്ളപ്പാച്ചിലൊക്കെ തന്നെ 12 പേർക്ക് ജീവൻ നഷ്ടമാകുക. അതിൽ 9 പേരും സ്കൂൾ വിദ്യാർത്ഥികൾ. 5 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടരുകയും ചെയ്യുന്നു. 2 സ്വദേശികളും അതോടൊപ്പം തന്നെയാണ് മലയാളിയായിട്ടുള്ള പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽകുമാറിന്റെ ജീവൻ നഷ്ടമായത്. 55 വയസ്സായിരുന്നു. അദ്ദേഹം മെക്കാനിക്കായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. മതിൽ ഇടിഞ്ഞു വീണാണ് തെക്കൻ ഷാർക്കിയയിൽ മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ടായിട്ടുള്ള അപകടത്തിലാണ് സുനിൽകുമാറിന് ജീവൻ നഷ്ടമായത്. കാണാതായിട്ടുള്ളവർക്കൊക്കെ തെരച്ചിൽ തുടരുന്നു. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഇന്നലെ വൈകുന്നേരം തുടങ്ങിയിട്ടുള്ള മഴ ഇന്ന് ഉച്ചവരെ തുടർന്നു. അതിനുശേഷം അല്പം ഒരു ശമനമുണ്ടായിരുന്നു. വൈകുന്നേരം പലയിടത്തും മഴയുണ്ട്. നാളെയും മഴ തുടരുമെന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് തലസ്ഥാനമായിട്ടുള്ള മസ്കറ്റ്, അതോടൊപ്പം തന്നെ ഷാർക്കിയ, ധാക്കിലിയ, ദാഹിറ തുടങ്ങിയിട്ടുള്ള മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. കനത്ത മഴയെ തുടർന്ന്, ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് കുറിയാത്ത് വാദി ധേക അണക്കെട്ട് നിറഞ്ഞൊഴുകുകയും ചെയ്തു. ഇതും പലയിടത്തും വെള്ളപ്പൊക്കത്തിന് കാരണമായി. പല വാദികളും ഇപ്പോഴും നിറഞ്ഞൊഴുകുകയാണ്. സ്കൂളുകളിലേക്ക് വെള്ളം കയറി, കെട്ടിടങ്ങളിലേക്ക് വെള്ളം കയറി, നിരവധി വാഹനങ്ങൾ പലയിടത്തും ഒലിച്ചു പോകുകയും ചെയ്തു. ഇങ്ങനെ ഒമാൻ സമീപകാലത്തൊന്നും കാണാത്ത വിധത്തിലുള്ള ദുരന്തത്തെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബീച്ചുകളിലേക്ക് പോകരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലമുകളിലേക്കൊക്കെയുള്ള റോഡുകൾ പലതും അടച്ചിട്ടുണ്ട്. വാദികളിലേക്ക് പോകുന്നതിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. സ്കൂളുകൾക്ക്, പല മേഖലകളിലെയും ദുരന്തബാധിത പ്രദേശങ്ങളിലെ സ്കൂളുകൾക്ക് നാളെ അവധി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നു. പോലീസും സിവിൽ ഡിഫൻസും നാട്ടുകാരും ഒക്കെ ചേർന്നാണ് എല്ലായിടത്തും രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് രാജ്യത്ത് നാളെയുമുണ്ട്.